നിങ്ങൾക്ക് എന്താ വേണ്ടിച്ചാ തിന്നോളി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നാൻ. ഹലോ, എല്ലാവരും നോമ്പുറന്ന് വിചാരിക്കുന്നു. ബാങ്ക് കൊടുത്തിട്ടോ നമ്മൾ നോമ്പുറക്കാൻ പോവുകയാണ്. ഇന്ന് ഉപ്പയില്ല, ബിച്ചു പോയി. ബിച്ചു ഇന്നലെ പോയില്ലമ്മ, ഇന്നലെ ബിച്ചു പോയി. നമ്മളെ ലുലു ഇവിടെ ഉണ്ട്, നോമ്പ് തുറക്കുന്നുണ്ട്. ഉമ്മ അവിടെ ഉണ്ട്. ഇതെന്ത് ഉമ്മ? ചട്ടിപ്പത്തിരി. ഇന്ന് ഉപ്പയും ബിച്ചും ഇല്ല, ഇനി ഞങ്ങൾക്ക് ആകെ ഒരു ഉഷാറില്ല. പിന്നെ പോരാതെ നമ്മൾ അതിന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലേ. സുഖമില്ല, രസം പോയി. പിന്നെ പറയാ നോമ്പല്ലേ, ഉമ്മ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ലുലുത കഴിച്ചോണ്ടിരിക്കണ്. അത് വത്തക്കയാണ്. പിന്നെ വെള്ളമുണ്ട്. ഒരു മിനിമൽ ഇതാട്ടോ ഇന്നത്തത്. വലിയ സ്പെഷ്യലൊന്നും ഇല്ല, ഇങ്ങനെയൊക്കെ തന്നെ ആയിക്കില്ല എല്ലായിടത്തും. സ്പെഷ്യൽ ഉണ്ടാക്കുന്നവരുണ്ടാവും, നമ്മളെടുത്തതേ ഉള്ളൂ കേട്ടോ. ഇന്ന് ചെറിയ നോമ്പറ. ഇത് ബ്ലൂബെറി. അത് ഉപ്പാക്ക് അവിടെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് ഉപ്പാക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ വാങ്ങിയത്. മക്കൾ എന്തെങ്കിലും പൂതി പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണം എന്നല്ലേ. അപ്പോൾ ഉപ്പ പൂതി പറഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി വാങ്ങിക്കൊണ്ടു. ഉപ്പൻ്റെ കുട്ടിയാണേ അല്ലേ. അങ്ങനെ എങ്ങനെയുണ്ട് ലുലു? അടിപൊളി. ഈ ഏറ്റവും ഉണ്ടാക്കിയതല്ലോ. ആര്? ഞാൻ നല്ല ഉറക്കേനുണ്ടോ. എന്നാൽ അൽഹംദുലില്ലാ ഇന്ന് നല്ലൊരു ഇതുണ്ട്. നല്ല മഴയുണ്ട്, ചൂടില്ല, നല്ല ക്ലൈമറ്റാണ്. ക്ഷീണം പോയി, നല്ല രസമുണ്ട് അല്ലേ ഇന്ന് മൊത്തത്തിൽ. ക്ഷീണമില്ല. അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴേക്ക് ആകെ തീരുമാനമായിട്ടുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല. കുട്ടി പോയിട്ടാണ് ഇവിടെ ഉമ്മാക്കൊന്നൊരു ഉഷാറല്ല മൊത്തത്തിൽ. അതാ പറഞ്ഞ, കുട്ടിയും പിച്ചും പോയിട്ട് ഒരു രസമല്ല മൊത്തത്തിൽ. വീട് ഉറങ്ങി, മക്കൾ വേണം, മക്കളില്ലാന്നുണ്ടെങ്കിൽ പോയി. ഞാനും മൊത്തം ഉറക്കായിരുന്നു. വീട് ഇറങ്ങിയപ്പം ഞാനും ഇറങ്ങി. ഉമ്മാക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. എന്നാലും ഇതാണ് നമ്മളെ നോമ്പ് കേട്ടോ ഇന്നത്തത്. നമ്മള് തറാവി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു സ്ഥലം വരെ പോകും അല്ലേ. ഉമ്മാക്ക് ഉപ്പിലിട്ടത് തിന്നണമെന്ന് കണ്ട് ഞാൻ ചങ്ങായിമാരൊപ്പം പോകുന്നുണ്ടോ. ചങ്ങായിമാരൊപ്പം ഇറങ്ങി തറാവി കഴിഞ്ഞാൽ ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോകും. ഇവിടെ ഉപ്പിലിട്ടെല്ലാം വെക്കുന്ന ഇതുണ്ട്. ഉപ്പിലിട്ട് മീൻസ് എങ്ങനെ, മുളകൊക്കെ പുരട്ടി, മാങ്ങ ഓക്കിപ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഈ മുളകൊക്കെ പുരട്ടി മാങ്ങ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ബിച്ചുവിനോട് ഞാൻ പറഞ്ഞപ്പോൾ ബിച്ചുവിനെയും കൂട്ടി പോകാൻ കഴിഞ്ഞു. അപ്പോൾ ബിച്ചു ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോകും. ഞങ്ങൾ മൂന്നാളും വെറുതെ ഇറങ്ങിയിട്ട് രസമല്ലേ. നോമ്പ് രസമുണ്ട്. എൻ്റെ ഉമ്മ ഉണ്ടാക്കിക്കൊണ്ട് പറയാം, നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കുള്ളത് ഇവിടെ പീനട്ട് ബട്ടർ ഉണ്ട്, പഴമുണ്ട്. പീനട്ട് ബട്ടർ ഇന്ന് പൊലച്ചക്ക് ഞാൻ ചോറല്ലേ ഞാൻ ബ്രെഡും പീനട്ട് ബട്ടറും കഴിച്ച കിടന്നു. കാരണം അതിൻ്റെ ഇന്നലെ രാത്രി എന്ത് ചെയ്ത്, ഞാൻ കുറേ വൈകിട്ടാണ് കിടന്നത്. അപ്പോൾ ഞാൻ ഫുഡും കഴിച്ചിട്ട് കിടന്നുകൊണ്ട് എനിക്ക് പൊലച്ചക്ക് പീനട്ട് ബട്ടർ മാത്രം മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അതും കഴിച്ചിട്ടാണ് കിടന്നത്. ഉപ്പയാണെങ്കിൽ ഇന്ന് പോയതും പെരും മഴയിലായിരുന്നു. ഇപ്പം ഇന്ന് രാവിലെ പൊലച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം പോവുകയും ചെയ്തു. ഈ കണ്ടില്ലല്ലോ. അവള് വേഗം കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ എല്ലാവരും നോമ്പ് അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു.
രസമല്ല കേട്ടോ, കുട്ടിയില്ലാൻ്റെ രസമില്ല. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നിറഞ്ഞ് എല്ലാവരും നിറഞ്ഞ് നിൽക്കുന്നുണ്ടല്ലേ. രസമായി. നിങ്ങൾക്ക് സങ്കടമാകുന്നുണ്ടമ്മ? എന്തിന്? കുട്ടി പോയിട്ട് അല്ല ഉമ്മ കുട്ടീനെ കൊണ്ടുപോയേക്കാനൊന്നും പോകുന്നില്ല. ഞാൻ ലുല പോയത് കുറേ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വണ്ടിയിൽ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങളെന്താ പോരേന്? സങ്കടം കൊണ്ടാ പോരേന്. ആ അതൊന്നാമതേ പ്രസവം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ഇവിടെ തന്നെ അല്ലേ? 4 മാസമായി. അളിയാക്ക വരുന്നുണ്ടോ? അളിയാക്ക ഡെയിലി വരും. അളിയാക്ക ഡെയിലി വന്ന് കുട്ടീനെയും കൊണ്ടുവരും. എന്താ സ്കൂൾ വിട്ടിട്ട് മുന്നാസിനെയും കൊണ്ടുവരും. എന്നിട്ട് കുറച്ച് നേരം ഇവിടെ ആയിരിക്കും. ഇവിടെ നിന്നിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് തന്നെ അളിയൊക്കെ പോവാം. ഇവിടെ അടുത്ത് തന്നെയാണ്. നമുക്ക് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഒക്കെ അല്ലേ വരുന്നുള്ളൂ. ആകെ 5 കിലോമീറ്ററൊക്കെ ഉള്ളൂ. എനിക്കും നമ്മളെ സെയിം ഫാമിലി ആയിട്ടോ. നമ്മൾ ഈ പുര പോലെ തന്നെയാണ് അവിടെ. ഞാനും ഇവിടെ കയറി വരുന്ന പോലെ തന്നെ അവിടെയും കയറി പോവാം. ഓളവിടെ വറക്കാൻ പോകും. ഉമ്മ കഴിഞ്ഞതിൽ ഗൾഫിൽ പോയ സമയത്ത് ലുലു അവിടെയാണ് ഉണ്ടായിരുന്നത്. ഞാനും ഇവിടെ ഒറ്റയ്ക്ക് വരുന്നുണ്ടോ? ഇവിടെ ഒറ്റയ്ക്ക് നൂഡിൽസ് ഒക്കെ തിന്നു. ആരെ? ബുദ്ധിമുട്ടുണ്ട്. അത് പറ്റൂല. എന്തായാലും 90 കഴിഞ്ഞ് ഓല അങ്ങനെ പോയി. കുറച്ച് നോമ്പ് വടയും കൂടിയിട്ട് ഇടക്കിടക്ക് വരും. നമ്മൾ പാട്ടും ഇടക്കിടക്ക് കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, പുതിയ പാട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഇടണം എന്നൊക്കെ. പുതിയ പാട്ടുകൾ വെച്ചാൽ പുതിയത് ഇറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള അങ്ങനത്തെ കുറച്ച് പാട്ടുകൾ നമ്മളതായിട്ട് എഴുതിയിട്ട് ഇറക്കണം എന്നൊക്കെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും നല്ല എഴുത്തുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയണുണ്ടോ? നമുക്ക് നല്ല പാട്ടുകളൊക്കെ ഇറക്കാൻ പറ്റിയ ആൾക്കാർ ഇൻഷാ അല്ലാഹ് സോങ്സ് ഇറക്കണം എന്നുണ്ട്. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്, അത് ഞാൻ പറയുന്നുണ്ട്. വേറൊരു സർപ്രൈസ്. ഇന്നൊരാൾ എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിരുന്നത് ചെറിയൊരു ഇതുണ്ടാവും. ഞാൻ ഉമ്മാനോടും ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പറയും. അത് ഈ ഒരു മാസം തന്നെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മളെല്ലാവരും കൂടെ ഉള്ളതല്ല, എന്നാലും അതുകൊണ്ടാണ് പറയാത്തത്. ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ട് പബ്ലിക് ആക്കാൻ. ഞാനത് ആ സമയത്ത് പബ്ലിക് ആക്കാൻ വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു സർപ്രൈസ് വരുന്നുണ്ട്. ചെറുതാണ്, അതിന് മാത്രം വലിയ സംഭവം അല്ല, എന്നാലും ഉണ്ട്. ഞാൻ വ്ളോഗായിട്ടൊക്കെ വരും ആ സമയത്ത് ഇൻഷാ അല്ലാഹ്. ചട്ടിപ്പത്തിരി ഞാൻ തിന്നോണ്ട്. അപ്പൊ ഞാൻ അത് തിന്നിട്ട് വരാം. ഇപ്പൊ ഞാനിത് തിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ഉണ്ടാവില്ല. ഇവിടെ അത് കാലിയാക്കി കണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, എന്റെ പ്ലേറ്റിക്ക് വരുന്നുണ്ട്. നല്ല പിന്നെ തിന്നാൻ എനിക്ക് ഞാൻ വലിയ ദമ്മാക്കിയിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം എനിക്കത് തിന്നാൻ കിട്ടൂല. പോവല്ലേ? ഞങ്ങൾ നല്ല പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കട്ടോ. ഞങ്ങൾ ഉമ്മാക്ക് എന്താണ് വേണ്ടത്? ഉപ്പിലിട്ടത്, മറ്റേ മാങ്ങ മസാല, എന്താ മുളക്, ഇതൊക്കെ പരട്ടിയിട്ട് അങ്ങനെ ഉണ്ടാവും. കുറേ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന്. അപ്പം ഞാനൊരു ദിവസം പുറത്തിങ്ങനെ പോയി വന്ന് ഇവിടെ പറഞ്ഞപ്പോഴാണ് ലുലുവിനും ഉമ്മാക്കും എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞിന്. പോയി അത് വാങ്ങിക്കൊടുക്കട്ടെ. ഉമ്മ പിന്നെന്താ വേണ്ട? അവിൽ മിൽക്ക് വേണം ഞങ്ങൾക്ക്? ഉമ്മാക്ക് ഉപ്പിലിട്ടത് മതി. വെറുതെ എനിക്കാണെങ്കിലും പെരയിൽ ഇരുന്നിട്ട് ബോറടിച്ചാൽ രസമല്ല. മൊത്തത്തിലിങ്ങനെ ഒരു ഓഫായി കിടക്കണം ഇവിടെ. പോവല്ല എന്നാല്? എന്നാ ഞാനും നല്ല വണ്ടി എടുക്കട്ടെ പോയിട്ട്. ഉമ്മ ഞാൻ വണ്ടി എടുക്കട്ടെ, നിങ്ങൾ പൂട്ടിക്കളി. നല്ല പോട്ടെ. പിന്നെ ഇതാണ് നമ്മളെ വീഡിയോ. നമുക്ക് സോങ്സ് ഇറക്കണം ഇൻഷാ അല്ലാഹ്. സോങ്സ് ഇല്ലെന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട്. ഒരു പാട്ട് ഫുൾ സോങ് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ പണിയുണ്ടെന്ന് വെച്ചാൽ കുറേ റിസ്ക് ഉണ്ട്. നമുക്ക് നല്ലൊരു പൈസ നമുക്ക് ചിലവുണ്ട്. അപ്പോൾ പിന്നെ ഇൻഷാ അല്ലാഹ് ഇറക്കണം ഇൻഷാ അല്ലാഹ്. എൻ്റെ കയ്യിൽ കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ശരിയാവും അല്ലേ? പോവല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മൾ പോയി തരാം. നമ്മളെ
നല്ല മഴ കേട്ടെന്ന്. നല്ല മഴ എന്ന് പറഞ്ഞാൽ എന്താ തിമിർത്ത് പെയ്തിക്കണ്, കുഴപ്പമില്ലാതെ തണുത്തിക്കണ്. മൊത്തത്തിൽ അന്തരീക്ഷം തണുത്തിക്കണ്. നോമ്പ് വലിയ ക്ഷീണമല്ല. ഇവരെല്ലാവരും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നോമ്പും വലിയ ക്ഷീണം തോന്നിയില്ല. മൊത്തത്തിലൊരു ഉണർവുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഇത് തോന്നാത്തെന്താ വെച്ചാൽ ബിച്ചും ഇവരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഉപ്പയും പോയി ബിച്ചും പോയി. അപ്പോൾ പിന്നെ ആ ഒരു ഇത് കിട്ടുന്നില്ല വീട്ടിൽ. പിന്നെ വിചാരിച്ച വിളിയും കൂട്ടി പുറത്ത് കണ്ട് ഇറങ്ങാം. അല്ലേ എന്തായി? അഭിമേൽക്കോ? ഓൾ അതിൻ്റെ വൈബിലാണ്. എന്തായാലും ആരാ? ഇച്ചാച്ചേ? എന്ത് പരിപാടി? ഞാൻ അതിന് ഇച്ചാച്ചാനും കൂട്ടി പോണെന്നാ വിചാരിച്ചിരുന്നതേ. ഞങ്ങളെയും കൂട്ടി പോണെന്നാ വിചാരിച്ചിരുന്നു. പക്ഷെ ഓള് ഇന്നലെ പോയില്ലേ. ഇനി ഓള് വന്നിട്ട് ഉപ്പാനെയും കൂട്ടിയിട്ട് ഉപ്പിയും വന്നിട്ട് അങ്ങനെ പോകും നമ്മള്. നല്ല തണുപ്പില്ലേ അമ്മ? ഉമ്മ പൗഡറൊക്കെ ഇട്ട് മീനിങ്ങി കയറി ചൊറുക്കൈക്കാണേ. ഞാൻ എന്താ പറയാൻ വിചാരിച്ചാലേ, ഇത്രയും കാലം പെരും വെയിലേനു, വെയിലും ചൂടും മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ വണ്ടീൻ്റെ വൈപ്പറൊന്നും ഇടാനേ പറ്റിയിട്ടില്ല. ഇന്നലെ മഴ ചെയ്തിട്ടോ. ഇന്നലെ മഴ ചെയ്തപ്പോൾ ഞാൻ വണ്ടി എടുത്തോണ്ട് ഇറങ്ങി, വൈപ്പറൊക്കെ ഇട്ട്. കുറേ കാലത്തിന് ശേഷമാണ് ആ ഫീലൊക്കെ കിട്ടണത്. ഈ പെരും മഴത്ത് വൈപ്പറൊക്കെ ഇട്ട് വണ്ടി ഓടിച്ച് പറയുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒക്കെ ക്രേസ് ഉള്ള ആളാട്ടെ ഞാൻ. അങ്ങനെ വല്ല ചങ്ങായിമാരുടെ എടുത്തുകൊണ്ട് ഇറങ്ങി. പിന്നെ ആ മഴത്തൊക്കെ വണ്ടി കുത്തിരിക്കണം രാത്രി അല്ലേ. ഞാൻ ഒരു 12 മണിയായിട്ടില്ലേ അമ്മ പേരേക്ക് എത്തിയപ്പോൾ? വന്നത് എപ്പോഴാണെന്നൊന്നും അറിയില്ല. 12 സമയം വൈകി. ഞാൻ മയത്ത് കുത്തിരിക്കാനാടെ. നിഹാല്, റാഷ് എല്ലാവരും ഉണ്ട്. ഞാൻ ഇന്ന് ഈ ലുലു ഈ വരയിലുള്ള ഞാൻ അറിയില്ല കേട്ടോ. അതാണ് നമ്മള് വീട്ടിലത്തെ അവസ്ഥ അതായിട്ടല്ലമ്മ. സംഭവം എന്താ വെച്ചാലേ ഇവള് സ്കൂളിൽ പോവല്ലോ. ഞാൻ സ്കൂളിൽ വിചാരിച്ചാണ്ട് ആ അവളെ തപ്പിയിട്ട് പോലും ഒന്നും ആക്കിയില്ല. ഞാൻ എന്റെ മൈൻഡിൽ എന്താ അറിയോ, ഓള് സ്കൂളിൽ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ പാണ്ടിക്കാട് എത്തിട്ടോ. പാണ്ടിക്കാട് നമ്മൾ ആദ്യം വിചാരിച്ചത് വണ്ടൂർ പോകാൻ നേരം വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ നമ്മള് നേരെ എടുക്കാൻ പാണ്ടിക്കാടല്ലേ അമ്മ? വണ്ടൂർ എത്തിയിട്ടില്ല. വണ്ടൂർ എത്തണേന് നമ്മൾ തിരിച്ചു നേരെ ഇങ്ങോട്ട് വന്നു പാണ്ടിക്കാട്. ഇവിടെ ഉണ്ട്. ഉമ്മക്ക് ആദ്യം ഉമ്മക്ക് ഉപ്പിലിട്ട വാങ്ങിക്കൊടുക്കണം. എന്നിട്ട് നമ്മള് വേറെ സ്ഥലത്തേക്ക് ലുലുവിനെയും കൊണ്ടുപോകാൻ വിചാരിച്ചു അല്ലേ. എന്നിട്ട് നമുക്കൊരു ചായ ഒക്കെ കുടിക്കാൻ പോയിട്ട്. എന്ത് അവിൽ മിൽക്ക് വേണോ? എന്തു ആക്കാം. എന്നാ പോരുമ്പോ നമുക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടിച്ചാ തിന്നോളി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നാം. ഇന്ന് ഉമ്മാക്ക് ആ സ്വാതന്ത്ര്യം കൊടുത്തേക്കാണ്, ഇഷ്ടമുള്ളതൊക്കെ തിന്നാൻ. അല്ല എന്നാ പോരുമ്പോ നമ്മളെ പാണ്ടിക്കാടാണ് കേട്ടോ. പോലെ ഏതാ വേണ്ടേ? ഇത് ചെമ്മീനും ഇത് പുളി. ഏതാ? എനക്കേതാ? അല്ലേ 12 മണി വരെ കടകളുണ്ട്. മങ്ങൾ പേടിച്ചണ്ടേ? ഞാനല്ലേ എന്തേ നിങ്ങൾക്ക് എന്തിനാ പേടി? ചായ എങ്ങനെയുണ്ട്? ചായ കിട്ടി. ലുലു കുടിച്ചോ? നമുക്ക് അവിൽ മിൽക്ക് കുടിക്കാൻ പിന്നെ ഒരു ദിവസം വരാം അല്ലേ? ഇന്നെന്തായാലും എല്ലാം കൂടെ പോകില്ല. ലുലുവിന് അല്ലേ, ലുലുവിനോട് ഞാൻ ചോദിച്ചു അവിൽ മിൽക്ക് വേണോ ഇവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ലുലുവിന് എന്താ പറഞ്ഞേ, ആംബിയൻസ് ഇഷ്ടമായതുകൊണ്ട് ഇവിടെ പോകാൻ അല്ലേ?
എന്ത് അവൽ മിൽക്ക് പിന്നെ ഒരു സാക്ക ചാച്ചികളൊക്കെ ആ ഒന്നാമതേ ബിച്ചുവിനാണ് അവൽ മിൽക്കിനോട് കൂടുതൽ താല്പര്യമുള്ളത്. അപ്പം നമുക്ക് അങ്ങനെ ആക്കാം അല്ലേ? ബിച്ചുവാണ് അവൽ മിൽക്കിൻ്റെ ആള്. പോളിങ് കൂട്ടി വന്നിട്ട് ഒരു ദിവസം വരാം. ഇന്നിപ്പോൾ ചായയും നമ്മൾ വേറെ സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ്. എല്ലാവരും വേണ്ടീനല്ലേ? എല്ലാവരും വേണം. ഉപ്പ വേണം, ബിച്ചു വേണം, കുട്ടികൾ വേണം, അളിയാക്ക വേണം. അത് രസമുള്ളൂ. ഇന്നിപ്പോൾ പെരയിൽ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ ഒരു സുഖമല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ജോ അസ്സലാമു അലൈക്കും. ഇന്ന് നിങ്ങൾ പോയോണ്ടേ ഉമ്മാക്ക് ഭയങ്കര അത്. അപ്പോൾ ഉമ്മാനും കൂട്ടി വന്നതാ. ആരിത്? റാഷി. ഇത് റാഷി സ്ക്വയർ. നിങ്ങളല്ലേ മറ്റേ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആള് അല്ലേ? അല്ല ഇപ്പല്ലടാ, ഇപ്പൊ പോയി. ഇപ്പയും പോയി, ബിച്ചും പോയി, എല്ലാരും പോയപ്പോ. ആര് ഒപ്പം പഠിച്ചതാ? ഫ്രഞ്ച് ഫ്രൈസ് മിസ്സബ് ഉണ്ട് അവിടെ. എൻ്റെ ചങ്ങായിമാരെല്ലാവരും വന്നിട്ടുണ്ടോ? റാഷി ഉണ്ട്, റാഷി ഇതൊന്നാ കൊടുക്കൊണ്ടേക്കോ പറഞ്ഞാണി. നിങ്ങക്ക് തേകേട്. ആ ഇന്നലെ ഉണ്ടേ ഉമ്മ ഇന്നലെ പനിയാണെന്ന് ഇറങ്ങാണ്ട് വന്നിട്ട് ഇന്നലെ ട്രിപ്പൊക്കെ കയറ്റിനല്ലേ കയ്യമ്മ? ഇന്ന് സൂചി. ഇന്നിപ്പോ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇന്നും കുഴപ്പമൊന്നുമില്ലല്ലോ? നമ്മൾ പ്രതീക്ഷിക്കാതെ കുഞ്ഞാക്കുനെയും കണ്ടു. കുഞ്ഞാക്കു ഇന്നലെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഇന്നലെ ഞാൻ ചങ്ങായിമാരപ്പം വന്നപ്പോഴും ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ ഡ്രിപ്പൊക്കെ ഇട്ട് കാണ്ടേ കയ്യമ്മല് മറ്റേ അതൊക്കെ ഉണ്ടായിരുന്നു. പനീന്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. കുഞ്ഞാക്കുണ്ട്, ജസ്താത്തിയുണ്ട്. കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ എന്നിട്ട് ചങ്ങായിമാർ ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ പോകുന്നു. ഇന്നലെ ജസ്താത്തിയുണ്ട്. ഇനി നമ്മൾ വരെ പോകല്ലേ? അപ്പോൾ ഇനി ഞങ്ങൾ വെറുതെ വ്ളോഗിലൊന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾ വെറുതെ ഇറങ്ങിയതാണ്. ഇനി പൊളിച്ചക്കുള്ള ഉണ്ടാക്കണം. ഉമ്മ നട്ട് പിടിപ്പിച്ച ചീര ഉണ്ട്. നമ്മളെ തൊടുവിലുണ്ടായത്. ഉമ്മ നട്ട് പിടിപ്പിച്ച നമ്മളെ ചീരപ്പേരും പിന്നെ എന്തെങ്കിലും ചോറ് എന്തെങ്കിലുമൊക്കെ വെക്കുക. 3 മണിക്കൊക്കെ എണീച്ച് വെക്കലാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നോമ്പ് നോൽക്കും. ഇന്ന് ഇത്രേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും ഇല്ല വീഡിയോയില്. നമ്മള് ജസ്റ്റ് നമ്മളെ ഒരു വൈബിന് അങ്ങനെ ഒരു വീഡിയോ എടുത്തു. ഇടക്കിടക്ക് ഇൻഷാ അല്ലാഹ് പാട്ട് നമുക്ക് ചെയ്യണം. ഇതിന്റെ കുറെ പ്ലാനുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ എത്തി കിട്ടണില്ല. ഇൻഷാ അല്ലാഹ് ചെയ്യും. ഞാൻ ചെയ്യൂലേ അമ്മ? ഇത്രയൊക്കെ ആക്കിയില്ലേ? ഇനിയിപ്പോ ലലുലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എന്താ പറയുക, ലൈക്ക് അടിക്കുക. നിങ്ങളവിടെയൊക്കെ എന്താ അവസ്ഥകൾ? ഇപ്പോൾ നോമ്പൊക്കെ ആയിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടാവില്ലേ? ഞാനിന്നിപ്പോൾ സ്റ്റോറി ഇട്ടേ, നമ്മളിന്ന് സ്റ്റോറി ഇട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ അവിടെയൊക്കെ എന്താ മഴ ഉണ്ടോയെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞ നല്ല ആൾക്കാരുള്ള നാട്ടിൽ മഴ പെയ്യുന്നതാണ് ഞാൻ. അതിൽ അപ്പം കമൻസ് മീൻസ് സ്റ്റോറി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന മൊത്തം തന്നെയാണ്. എല്ലാവരും എന്താ എൻ്റെ ഇവിടെ മഴ ഉണ്ട്, ഞാൻ നല്ല ആളായതുകൊണ്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ മൊത്തം ഇന്നലെ മഴ ചെയ്തിക്കണെന്ന് പറഞ്ഞേ. ഏതായാലും ഇന്ന് നമുക്ക് നല്ലൊരു മഴ കിട്ടിട്ടോ, നല്ല രസമാണ്. അതുകൊണ്ട് ഇന്ന് വലിയൊരു ക്ഷീണമല്ല, അല്ലെങ്കിൽ എന്നും ക്ഷീണമായിരിക്കും. എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ അല്ലേ? പരേ പോവാ, ഞങ്ങളിന്ന് പരേ പോകണം. ബൈ ബൈ.